മുമ്പ് നമ്മൾ ഇവരിൽ നിന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഏത് വിൻഡോയിൽ മെസ്സി വരും എന്നുള്ളതിനെ കുറിച്ചാണ്. നാട്ടുകാരെ മോഹൻലാലിനെ കൊണ്ടുവരാൻ കോട്ടയം കുഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കുകയല്ല. അപ്പൊ ഇവർ പറഞ്ഞു ഒക്ടോബർ വിൻഡോയിൽ വരും, മാർച്ച് വിൻഡോയിൽ വരും എന്നൊക്കെ ഇവർ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏത് വിൻഡോയിൽ ഈ അബ്ദുറഹ്മാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിശദീകരണം നൽകും, ഏത് വിൻഡോയിൽ ആൻഡ്രോ അഗസ്റ്റിൻ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് വേണ്ടി വന്ന് അവരുടെ ന്യായം പറയും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഇനി നോക്കുന്നത്. പിന്നെ അത് ഞാൻ ഏറ്റു രാജാ. ഇവിടെ സംഭവിച്ചിരിക്കുന്ന സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ സർക്കാരിന്റെ പേര് പണയപ്പെടുത്തിയിട്ട് നടക്കാത്ത ഒരു ഇടപാടിന്, നടക്കില്ല എന്ന് പൂർണ്ണമായി ഉറപ്പായിരുന്ന ഒരു ഇടപാടിന് വേണ്ടി അനാവശ്യമായിട്ട് മറ്റേതെങ്കിലും ഒരു മാർഗത്തിലേക്ക് പണം അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലായി. അതായത് ഇത് കേവലം ഒരു സ്പോൺസർഷിപ്പ് തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമക്കേട് എന്ന നിലയിലേക്ക് ഈ സംഭവത്തിന്റെ രീതി തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കുറ്റക്കാരായിട്ട് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലുള്ളത് അതിലൊന്ന് കഴിഞ്ഞ സർക്കാർ തന്നെയാണ്, രണ്ടാമത്തേത് ഇതിന്റെ സ്പോൺസറുമാണ്. അങ്ങനെ വേണം കാണടി പൂരം മുനുഷിയുടെയും മക്കളെയും ഒരു ഗതികേടെ. ഈ സർക്കാർ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു എൻറ്റിറ്റി അല്ല, അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരുണ്ട്, ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 126 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് സർക്കാരിന് 1 രൂപ പോലും ചെലവില്ല എന്ന് പറയുകയും എന്നാൽ സർക്കാരിന്റെ പേരുപയോഗിച്ച്, സർക്കാരിന്റെ ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും അത് രൂപീകരിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 20 ദിവസം മാത്രമുള്ള വെറും 1 ലക്ഷം രൂപയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ മാത്രമുള്ള ഒരു കമ്പനിയുടെ വാക്കിന്മേൽ അതിനു വേണ്ടിയിട്ട് സർക്കാർ ഈ സ്പോൺസറുടെ താളത്തിനൊത്ത് ഡാൻസ് ചെയ്യാനായിട്ട് അവിടെ നിന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഈ സ്പോൺസറെയാണ് നമ്മൾ കേട്ടത്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. പക്ഷെ നീ എന്നെ ഡീമോറലൈസ് ചെയ്യരുത്, അത്രയ്ക്ക് തരം താളവനല്ല ഞാൻ. നിങ്ങൾ രണ്ടാളുടെയും കൂത്തും കൂടിയാട്ടവും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. അതായത് യാതൊരു ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് ഈ 120 കോടി രൂപയ്ക്ക് മുകളിൽ പണച്ചെലവ് വരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നാട്ടുകാരെ, നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. രേഖകളും മറ്റു കാര്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് അവരുടെ അഡ്രസ്സും ഇവഞ്ച്വലി വന്നു ചേർന്നിരിക്കുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ അഡ്രസ്സും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ മറ്റേതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റവർക്ക് നിലനിൽപ്പില്ല അല്ലെങ്കിൽ അവരെ ഇതിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു സമയത്ത് അവർ എൻ്റർ ചെയ്തിരിക്കുന്നതാണോ, അതോ ഇവർക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥാപനത്തിനെ ആ രീതിയിലത്തേക്ക് തട്ടിക്കൂട്ടി വെച്ചതാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഡ്യൂ ഡിലിജൻസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അല്ലാതെ എനിക്ക് പണി അറിയാത്തോണ്ടല്ല. കാരണം ഇതിൽ കൃത്യമായിട്ടുള്ള ഉപദേശം നൽകേണ്ടത് നിയമവകുപ്പും ധനവകുപ്പുമാണ്. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തിന്റെ പണം പോയിട്ടുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കൂടി അവകാശപ്പെട്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ സർക്കാരിന്റെ പേരിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ട് യോഗം പോലും വിളിച്ചതാണ്. എന്തിനു വേണ്ടിയാണ്? ഈ സ്പോൺസർക്ക് ആ സ്റ്റേഡിയം നൽകുന്നതിന് വേണ്ടി. സന്തോഷായി, നല്ല സന്തോഷമായി. എന്നാൽ 2 വർഷത്തിലധികമായിട്ട് ഇങ്ങനെ ഒരു മെസ്സി ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത ഇങ്ങനെ എയറിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പല സ്റ്റെപ്പുകളും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പണമിടപാടുകളെല്ലാം തന്നെ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സി ഇവിടേക്ക് വരുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്പോൺസർ തന്നെ ഒരു പത്രസമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് ആലോചിച്ച് നോക്കാം. എന്തൊരു കോമഡിയാന്ന് നോക്കിയേ. അതായത് മെസ്സി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മെസ്സിയെ എയർപോർട്ടിൽ നിന്ന് ഈ മത്സര സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് അതിന്റെ ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രസന്റേഷൻ തന്നെ നടത്തി അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഒക്കെ ഇവരെ കാണിക്കുന്നത് നടക്കുമ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല, വന്നിട്ടില്ല എന്നുള്ളതാണ് ഓരോരോ തട്ടിപ്പുകളെ. അതായത് നമ്മുടെ നാട്ടിൽ ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരും ചോദിക്കാത്തത്? എവിടെയാണ് ഈ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ? അത് സ്പോൺസറുമായിട്ടാണ് നടക്കുന്നത് എന്ന് പറയുകയോ സംസ്ഥാനവുമായിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും തരാതരം മാറി പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് എന്താണ് സ്ഥിരീകരണം? ആ സ്ഥിരീകരണം നൽകുന്നത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ആണോ? ഇനി അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏജൻസിയാണോ? അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? അതായത് മെസ്സി ഞങ്ങളെ ചതിച്ചു,
അർജന്റീന ഞങ്ങളെ ചതിച്ചു, ഇനി ഇന്ത്യയിൽ ഒരു സ്ഥലത്തും മെസ്സി വന്ന് കളിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയിട്ട് വീണ്ടും പറയുന്നത് മാർച്ച് വിൻഡോയിലേക്ക് ഇത് വരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് ആൾക്കാരുടെ മെമ്മറിയിൽ നിന്ന് ഈ ഒരു പ്രതീക്ഷ നൽകി ഇതിനെ ഒന്ന് പിന്നെ അങ്ങോട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് വന്നു, അതോടുകൂടി ഇതങ്ങ് വിസ്മൃതിയിലാകുമെന്ന് അവർ കരുതുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. അവർക്ക് പറയാവുന്ന പലതരത്തിലുള്ള എക്സ്ക്യൂസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ ഇടനിലക്കാർ വഴിയാണ് പണം അയച്ചിരിക്കുന്നത്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നേരിട്ടല്ല. അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട്, അവർക്കാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിലൊക്കെ ഇവർക്ക് പറയാം. പക്ഷേ ആർക്കെങ്കിലും ഈ പണം കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇല്ലാത്തിടത്തോളം അത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കും. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു മാധ്യമ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ സ്വാഭാവികമാണ് എന്ന് മറ്റാരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് അവരുടെ ഇന്റലിജൻസ് കൊണ്ട് തന്നെ അറിയേണ്ടതാണ്. ഒരു അക്ഷരം മിണ്ടായിരുന്നാൽ മതി, എന്ത് ചോദിച്ചാലും തട്ടിമൂളിക്കണം. ഇപ്പൊ ഇടനിലക്കാർ വഴിയാണെങ്കിലും നേരിട്ടാണെങ്കിലും 126 കോടി രൂപയുടെ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക രേഖ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. കാരണം ഇവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പണം ട്രാൻസാക്ട് ചെയ്യുന്നത്. അത് RBI ചട്ടങ്ങൾ പ്രകാരമാണ് നടത്തുന്നത് എന്ന് അവർ തന്നെ അന്ന് തന്നെ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് കേന്ദ്ര സർക്കാരിന് നമ്മുടെ വകുപ്പൊക്കെ തന്നെ കത്തയക്കുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാരിന് നമ്മുടെ കായിക വകുപ്പിൽ നിന്ന് കത്തയക്കുന്ന സമയത്ത് പോലും ഇതിന്റെ കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് നേരാവണ്ണം സർക്കാരിന് തന്നെ അറിയുകയില്ല. ജനങ്ങൾ പരാതി പറയും, ശരിയാക്കാമെന്ന് നമ്മളും പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമ്മൾ കാലം കഴിക്കും. അപ്പൊ എന്നിട്ട് ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പത്രസമ്മേളനങ്ങൾ ആവർത്തിക്കുന്നു, മെസ്സി വരുമെന്ന് പറയുന്നു, മെസ്സി വരില്ല എന്നുള്ളത് നുണപ്രചരണങ്ങളാണത്, മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാരാണ് പറയുന്നത് എന്നൊക്കെ ഈ സ്പോൺസർ എങ്ങനെയാണോ പറയുന്നത്, സ്പോൺസർ കീ കൊടുത്ത പാവയെ പോലെയാണ് നമ്മുടെ അന്നത്തെ കായിക മന്ത്രി നമ്മളോടൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ പറയുന്ന സമയത്തും ഈ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ, ഇതിൽ എന്തൊക്കെ രേഖകളാണുള്ളത്, എത്ര പണമാണുള്ളത്, ആർക്കാണ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആധികാരികമായി ഡയലോഗുകൾ അടിക്കുന്ന മന്ത്രിക്ക് പോലും ഇതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. പറഞ്ഞിരുന്നെന്താ, ഈ സ്പോൺസർ നടത്തിയിരുന്ന പത്രസമ്മേളനത്തെ പറഞ്ഞത് ആര് ചതിച്ചു എന്നാ, മെസ്സിയും അർജന്റീനയും ചതിച്ചു എന്നല്ലേ പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിനർത്ഥം ഇവർ നേരിട്ട് പണം കൊടുത്തിരിക്കണമല്ലോ. അതല്ല എങ്കിൽ ഒരു ഇടനിലക്കാരനുമായിട്ട് വഴിയാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇടനിലക്കാരൻ ഈ പണം കൊടുത്തിട്ടുണ്ടോ കറക്റ്റ് സമയത്ത് എന്നതുമായി ബന്ധപ്പെട്ട് അവരെയല്ലേ സംശയിക്കേണ്ടത്. അപ്പൊ ഈ സ്പോൺസർ ആണെങ്കിലും നമ്മുടെ സർക്കാരാണെങ്കിലും ഇതുവരെ നൽകിയിരിക്കുന്ന ഇംപ്രഷൻ നേരിട്ട് പണം അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തിട്ടുണ്ട് എന്നും അവർ നമ്മളെ വഞ്ചിച്ചു എന്നുമൊക്കെയാണ്. എന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കും, അങ്ങനെയാണ് മൂക്കിക്കേറ്റും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് നാളിതുവരെ ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷം പല മാസങ്ങൾ കഴിഞ്ഞു പോയല്ലോ, എന്ത് തരത്തിലുള്ള നടപടിയാണ് ഇവർ സ്വീകരിച്ചത് എന്നതിനെ കുറിച്ച് അറിയുക എന്നുള്ളത് പൊതു താല്പര്യമാണ്. കേൾക്കട്ടെ, ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ. കായിക മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മാഡ്രിഡ് സന്ദർശിക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്? അദ്ദേഹം സ്പെയിനിൽ പോകുന്നത് എന്തിനാണ്? എന്താണ് അതിന്റെ പർപ്പസ്? ആരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്? അവരോട് എന്ത് കാര്യം സംസാരിക്കുന്നതിനാണ്? എന്ത് ഉറപ്പ് വാങ്ങുന്നതിനാണ്? ആരാണ് ക്ഷണിച്ചത്? എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം. കാരണം ഇതിന്റെ ചെലവ് എന്തായാലും എടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരായിരിക്കുമല്ലോ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും ചേർന്നിട്ടൊരു എൻറ്റോറേജ് ആയിരിക്കും പോകുന്നത്. അപ്പൊ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും തന്നെ നമുക്കൊരു ക്ലാരിറ്റിയുമില്ല. ആരെ കണ്ടു, എന്തിനു കണ്ടു, എങ്ങനെയാണ്, ഒന്നും അറിയില്ല. ആദ്യം സോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും മെസ്സി ഇവിടെ വരും എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടി, ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നതിന്, തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ ജോയ്, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി?